കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ചർച്ചയായ സിനിമയിറങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ വൻ ഹിറ്റാവുന്നു. എന്നാൽ ആ സിനിമയിലെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നു, ചില പേരുകൾ എടുത്തു മാറ്റപ്പെടുന്നു. എന്തിനായിരിക്കാം ആ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയത്? എന്തിനാണ് ആ പേരുകൾ മാറ്റി എഴുതിയത്? എന്തിനാണ് ഇവർ ഭയക്കുന്നത്? എന്തിനാണ് ഇത് മൂടിവെക്കപ്പെടുന്നത്? സത്യാവസ്ഥ അറിയണമെങ്കിൽ കുറച്ചു കാലം പുറകോട്ട് പോകേണ്ടി വരും. ടിവിയിലെ വാർത്ത കണ്ട് എന്തിനാണ് എമ്പുരാനിലെ സീന് വെട്ടിമാറ്റി എന്ന് ചോദിച്ച കുട്ടികളോട്, ബിൽഗിസ ബാനു ആരാണെന്ന് ചോദിച്ചവരോട്, 5 മാസം ഗർഭിണിയായ 22കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗുജറാത്ത് കലാപം, 2000ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽഗിസ ബാനുവെ മാറി മാറി ബലാത്സംഗം ചെയ്ത ചരിത്രം, ഹിബ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച് ഗർഭത്ര ശിശുവിനെ ഭ്രൂണത്തിൽ നിന്ന് കത്തിച്ച ചരിത്രം, ഹരാൽ പാണ്ഡെ എന്ന ആഭ്യന്തരമന്ത്രിയെ പോലും കൊല്ലപ്പെട്ട ചരിത്രം, ബാബു ബജ്രംഗി എന്ന കൊടും ഭീകരന്റെ ചരിത്രം. ഹിന്ദുത്വ ഭീകരരെ, നിങ്ങൾക്ക് 2007 തെഹൽക്ക ജേണൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷൻ, ആ ഓപ്പറേഷനിലൂടെ പുറത്തായ ബജ്രംഗിയുടെ ഭീകരമുഖം ഇന്ത്യ കണ്ടതാണ്. ആ മുഖമാണ് ഇന്ന് എമ്പുരാൻ എന്ന സിനിമയിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടത്. ഈ ചരിത്രമൊന്നും ആരും മറന്നിട്ടില്ല. ഒരു സിനിമയിലൂടെ മാത്രമല്ല ഈ ചരിത്രം ജനങ്ങൾ അറിയുന്നത്. ഇതെത്ര മായ്ച്ചാലും മായ്ക്കാൻ കഴിയാത്ത ചരിത്രമാണിത്.